ഹലോ, ഗുഡ് മോർണിംഗ്. രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചെമ്മണ്ണീർ പൂവിൻ്റെ കഥ ഒന്ന് നോക്കാം. സച്ചി രേവതിക്ക് ഇങ്ങനെ ഭക്ഷണം വാരി കൊടുക്കണം. അവൾ പറയുന്നുണ്ട്, എനിക്ക് വേണ്ട സച്ചിട്ടാ, കഴിക്കാൻ വേണ്ട എന്നൊക്കെ പറയണ്ട. അത് പറ്റില്ല. നമ്മളിങ്ങനെ എല്ലാത്തിനും തോറ്റ് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ഒരിക്കലും നമ്മൾ രക്ഷപ്പെടാൻ പോണില്ല. നമ്മളെ തോൽപ്പിച്ചവരുടെ മുന്നിൽ നമുക്ക് ജയിച്ച് കാണിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ സച്ചി. അങ്ങനെ സച്ചി നിർബന്ധിച്ച് പിന്നെയും ഭക്ഷണം കഴിക്കാൻ പറയും. അപ്പോൾ പറയും, വേണ്ട സച്ചിട്ട് എനിക്ക് കഴിക്കാൻ തോന്നില്ല, അതുകൊണ്ടാണ് അറിയും. എന്നാൽ ശരി, നീ കഴിക്കണ്ട, ഞാനും കഴിക്കുന്നില്ല, കഴിഞ്ഞില്ലേ എന്ന് പറയും. അപ്പോൾ അത് കഴിയുമ്പോൾ അവൾക്ക് വിഷമാവും. അപ്പോൾ സച്ചിട്ടൻ കഴിക്കാതിരിക്കേണ്ടതെന്ന് പറയും. എന്നാൽ നീ കഴിക്കുക, എന്നാലേ ഞാൻ കഴിക്കുകയുള്ളൂ പറയും. അങ്ങനെ സച്ചി അവൾക്ക് വാരി കൊടുക്കുക കേട്ടോ. രേവതിയാണെങ്കിൽ ആകെ കരഞ്ഞ് തളർന്ന് ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സച്ചി വാരി കൊടുക്കുന്നുണ്ട് ഭക്ഷണം. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പറയും, വിഷമിക്കേണ്ട രേവതി, നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴി കാണാം, നീ വിഷമിക്കാതിരിക്കുക എന്നൊക്കെ പറയും. അത് സച്ചിട്ട് എത്ര സ്നേഹമായിട്ട് വാങ്ങിച്ച് തന്നത് എനിക്ക്, പിന്നെ പൂക്കട എന്നിട്ട് ഇട്ട് തന്നത് എനിക്കത് പിന്നെ നിലനിർത്താൻ കഴിഞ്ഞില്ലല്ലോ സച്ചിട്ട് അറിയും. അപ്പോൾ നീ ഒന്ന് വെറുതെ ഇരിക്കുക രേവതി, പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ, അത് പോട്ടെ, സാരല്ല, നമുക്ക് വേറെ വല്ല വഴി നോക്കാം, നീ വെറുതെ ഇരിക്കുമെന്ന് പറയും. അപ്പോൾ പറയും, എനിക്ക് ഈ അടുക്കളയിൽ കടന്ന് ജീവിതം കളയാനാവും എൻ്റെ യോഗം എന്നൊക്കെ പറയുന്നത്, നീ വിഷമിക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് സച്ചി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ചന്ദ്രൻ നീച്ച് വന്നിട്ട് രേവതി രേവതി എന്ന് വിളിച്ചിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ എവിടെയും വിളിച്ച് നോക്കിയും രേവതിയെ കാണാനില്ല. അപ്പോൾ കിച്ചണിൽ വരും. കിച്ചണിൽ വരുമ്പോൾ പാത്രങ്ങൾ, തലേ ദിവസത്തെ പാത്രങ്ങൾ മുഴുവൻ കിച്ചണിൽ കിടക്കുന്നുണ്ട്. ഒന്നും കഴുകി വെച്ചിട്ടില്ല, എല്ലാം കൊണ്ടുപോയി സിങ്കിൽ അങ്ങനെ ഡംപ് ചെയ്ത് വെച്ചിരിക്കുകയാണ്.